ഞാനൊരു ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അത് സൂചി ഗോതമ്പിൻ്റെ നുറുക്കും കൊണ്ട് ഉണ്ടാക്കുന്നു. അത് പിന്നെ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. നല്ല രുചിയുള്ളൊരു കഞ്ഞിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. അതിന് 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? 1 കപ്പിന് എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് പരിപ്പാണ് എടുക്കേണ്ടത്. ഈ പരിപ്പ് നമ്മൾ ചുമക്കെ വറുക്കണം. വറുത്തിട്ട് ഇത് രണ്ടും കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. പരിപ്പ് ഞാനിപ്പോൾ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് പിന്നെ വറുത്തിട്ട് കഴുകുകയാണ് ഏറ്റവും എളുപ്പം. വറുക്കാതെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വറ്റി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമുക്കിത് വറുത്തിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ ഗോതമ്പ് നുറുക്കും പരിപ്പും നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്നാന്ന് വിചാരിച്ചാൽ പണ്ടൊക്കെ ഇത് നുറുക്ക് ഗോതമ്പ് ഫുള്ള് നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ ഗോതമ്പ് നുറുക്ക് എടുത്തേക്കാണ്. പിന്നെ ഇത് പരിപ്പ്. ഈ പരിപ്പ് പെട്ടെന്ന് കേടായി പോകുന്ന പരിപ്പ്. അതുകൊണ്ട് പരിപ്പ് എപ്പോഴും മേടിക്കുമ്പോൾ ഇതുപോലെ വറുത്ത് അടച്ച് ടിന്നിനകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരിക്കും, കുറച്ച് നാൾ ഇരിക്കും അത്. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഇപ്പോൾ ഞാൻ ഗോതമ്പ് നുറുക്കും പരിപ്പും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 1 വിസിൽ വന്നിട്ട് തുറന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇതിനധികം വെള്ളം വേണ്ട. നമ്മൾ അവസാനം തേങ്ങാപ്പാൽ ചേർക്കും. ഇപ്പോൾ നമ്മുടെ പരിപ്പും ഗോതമ്പ് നുറുക്കും നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയതാണ്. കുറച്ച് വെള്ളം കുറവായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടാമതൊന്ന് വേവിച്ചതാണിത്. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ പശുവും പാൽ ഒഴിക്കാം. എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിക്കാം. പശുവും പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കാം. പിന്നെ ഇത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നിറച്ച് നെയ്ക്കകത്ത് ചെറിയ ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചിട്ട് കഴിക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന, രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റാവുന്ന നല്ല രുചിയുള്ള കഞ്ഞിയാണ്. ഇനി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉള്ളി മൂപ്പിച്ചൊഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നല്ലൊരു കഞ്ഞിയാണ്. ഇതൊന്ന് പതുക്കെ ചൂടായി വരണം. പശുപാൽ ഒഴിക്കുകയാണെങ്കിൽ തിളപ്പിച്ച പാൽ ഒഴിക്കണമെങ്കിൽ ചൂടാക്കി എടുക്കുക. അല്ല പച്ചപ്പാൽ ഒഴിക്കുന്നെങ്കിൽ തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കഞ്ഞി പിന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുണ്ടാവാൻ നല്ലതാണ്. പിന്നെ പ്രായമായവർക്ക് ക്ഷീണം മാറാൻ എല്ലാം നല്ല, ശരീരപുഷ്ടിക്കൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ കർക്കിടകത്തിൽ കഴിക്കാൻ നല്ല കഞ്ഞിയാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന അളവെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലാസ്സിന് അളന്നെടുക്കുന്നെങ്കിൽ 1 ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പരിപ്പ് എടുക്കുക.